ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റാണ്, റാഫെല്ലോ ആൽമണ്ട് കാൻഡി. ഇതിന് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം ഒഴിക്കരുത്, അപ്പോൾ കൂടുതലായിപ്പോയാൽ മധുരം കൂടുതലായി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ കുഴക്കില്ലേ, അതേപോലെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കണ്ടോ. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. അത് ഞാനിവിടെ റോസ്റ്റ് ചെയ്ത ബദാമാട്ടോ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ബദാം എടുത്ത് നമുക്ക് ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ബോളാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് വെക്കാം. അങ്ങനെ ഒരു ബോൾ റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ റാഫെല്ലോ ആൽമണ്ട് കാൻഡീസ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.